ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ സംസ്കൃതം അടുത്ത 3ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഇതിവാർത്താഹ എന്ന് വെച്ചാൽ വാർത്തകൾ ഇതോടുകൂടി അവസാനിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ അവസാനം പറയുന്ന വരിയാണ് കേട്ടോ, സംസ്കൃതത്തിൽ പറയുന്നത് ഇതിവാർത്താഹ എന്ന് വെച്ചാൽ വാർത്തകൾ ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒരു പ്രവേശകം തന്നിട്ടുണ്ട്. എന്താ അതിനകത്ത് പറയുന്നത്? പ്രിയ ഛാത്രാഹ, പ്രിയപ്പെട്ട കുട്ടികളെ, ഓക്കെ വിദ്യാർത്ഥികളെ, ഭവന്തഃ വാർത്താപത്രികാദ്വാര ആകാശവാണി ദൂരദർശൻ അന്തർജാലികാദ്വാര ച വാർത്താഹ ശൃണ്വന്തി കിൽ. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? ഭവന്തഃ നിങ്ങള് വാർത്താപത്രികാദ്വാര എന്ന് വെച്ചാൽ വാർത്താപത്രിക എന്ന് വെച്ചാൽ പത്രങ്ങളിലൂടെയും ആകാശവാണി ദൂരദർശൻ, ആകാശവാണി ഏതാണ്? റേഡിയോ. പിന്നെ ദൂരദർശൻ നമ്മളെ ടി വിയിലുള്ള ദൂരദർശനിലൂടെയും പിന്നെന്താണ്? അന്തർജാലികാദ്വാര, അന്തർജാലം എന്ന് പറഞ്ഞാല് ഇന്റർനെറ്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്റർനെറ്റിലൂടെ ഇത് എന്നിവയിലൂടെയൊക്കെ വാർത്താഹ ശൃണ്വന്തിക്കിൽ, വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കഥമീദൃശീഹ വാർത്താഹ സഞ്ജീകുർവന്തി ഇതി ചിന്തിതവന്തഃ കിം. അപ്പൊ പറയുകയാണ്, കഥമീദൃശീഹ വാർത്താഹ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള വാർത്തകള് സഞ്ജീകുർവന്തി ഇതി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചിന്തിതവന്തഃ കിം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പിന്നെന്താ പറയുന്നത്? ന കേവലം സംസ്കൃത ഭാഷാ വാർത്താഹ അപി തു ഇതര ഭാഷാ വാർത്താഹ അന്തർജാല മാധ്യമദ്വാര ലോകേ സർവത്ര പ്രസരന്തി. അപ്പോൾ ന കേവലം മാത്രമല്ല എന്നുള്ളതാണ്. ഓക്കെ, സംസ്കൃത ഭാഷാ വാർത്താഹ, അപ്പോൾ അതായത് സംസ്കൃത ഭാഷയിലെ വാർത്തകൾ മാത്രമല്ല, അഭിതു ഇതര ഭാഷാ വാർത്താഹ, അപ്പോൾ മറ്റു ഭാഷയിലെ വാർത്തകളും അന്തർജാല മാധ്യമദ്വാര ഇന്റർനെറ്റ് മാധ്യമങ്ങളിലൂടെ ലോകേ സർവത്ര പ്രസരന്തി ലോകത്തില് എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട് എന്നാണ് ഇത്രയും ആ പ്രവേശകഹയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ആമുഖത്തിലേക്ക് കിടക്കാം. ആമുഖം എന്താ പറയുന്നത്? ഇദാനീന്ത കാലേ പരിസ്ഥിതി സമസ്യാഹ വർത്തമാനാഹ ദൃശ്യന്തേ. ഓക്കെ, എന്ന് വെച്ചാല് ഇദാനീന്ത കാലം ഇന്നത്തെ കാലത്ത് പരിസ്ഥിതി സമസ്യ എന്ന് വെച്ചാൽ പരിസ്ഥിതി പ്രശ്നങ്ങള് വർത്തമാനാഹ ദൃശ്യത, അതായത് വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നു. അതിവൃഷ്ട്യാ ജലോപ്ലവേൻ മൃത്പാതേൻ പ്രചണ്ഡവാദേൻ ച ജനജീവനം സാമാന്യേന ദുഷ്കരം സഞ്ജാതം. എന്ന് വെച്ചാൽ അതിവൃഷ്ടി എന്ന് പറഞ്ഞ എന്താണ്? കനത്ത മഴ അല്ലേ? അത് ജലോപ്ലവേൻ എന്ന് വെച്ചാൽ എന്താണ്? വെള്ളപ്പൊക്കം. മൃത്പാതേൻ എന്ന് വെച്ചാൽ ഉരുൾപൊട്ടല് അല്ലെങ്കിൽ മണ്ണൊലിപ്പ്, ലാൻഡ് സ്ലൈഡ് അത്. പ്രചണ്ഡവാദേൻ എന്ന് വെച്ചാൽ കൊടുങ്കാറ്റ്. അപ്പൊ എന്നിവ കൊണ്ട് ജനജീവിതം സാമാന്യേന ദുഷ്കരം സഞ്ജാതം എന്ന് വെച്ചാൽ സാധാരണ ജനജീവിതം എന്താണ്? ദുസ്സഹമായി അല്ലെങ്കിൽ ദുഷ്കരമായി തീർന്നിരിക്കുന്നു. കിമേദേശാം കാരണം. അപ്പൊ ചോദിക്കുകയാണ്, ഇതിനെന്തായിരിക്കും കാരണം എന്നാണ്. കിമേദേശാം കാരണം, എന്താണ് ഇതിനെല്ലാം കാരണം? കഥമേടത് നിവാരയിതും ശക്യതേ. അപ്പം ഇത് എങ്ങനെ തടയാൻ, എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. വിഭവാനാമിതോപഭോഗേന ആഗോളതാപനസ്യ ന്യൂനീകരണ പ്രവർത്തനേന പ്രകൃതി സംരക്ഷണ പ്രവർത്തനേന ച പര്യാവരണ സമസ്യാഹ പ്രായേൺ പരിഹർത്തും ശക്യന്തേ. അപ്പൊ എന്താന്ന് വെച്ചാൽ വിഭവാനാം മിതോപഭോഗേന, അതായത് വിഭവങ്ങളുടെ മിതമായ ഉപയോഗത്തിലൂടെയും ആഗോളതാപനസ്യ ന്യൂനീകരണ പ്രവർത്തനേൻ, ആഗോളതാപനം കുറയ്ക്കുന്നതിനുള്ള ആ പ്രവർത്തനങ്ങളിലൂടെയും പ്രകൃതി സംരക്ഷണ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലൂടെയും മാത്രമേ നമുക്ക് ഈ പരിസ്ഥിതിയിൽ ഈ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പേജ് നോക്കിയാൽ അടുത്ത പേജിൽ എന്താ? 2 ടെലിവിഷൻ സ്ക്രീനുകൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. 2 വാർത്തകളാണ്. ടെലിവിഷൻ നോക്കി ഫസ്റ്റത്തെ എന്താണ്? ഒരു ലേഡി വാർത്ത വായിക്കുന്നു. പിന്നെ അവിടെ ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നു. ഏതിന്റെ വാർത്തയെന്ന് വെച്ചാൽ നമ്മുടെ വയനാട് ആ ചൂരൽമലയിലുണ്ടായ ആ ഉരുൾപൊട്ടൽ ലാൻഡ് സ്ലൈഡിന്റെ ആണ് ആ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. 31/7/2024 സംഭവിച്ച ലൈവ് ആണ്. അപ്പൊ ആ വാർത്ത ഇങ്ങനെ ടെലിവിഷനിൽ പ്രസിദ്ധീകരിക്കുന്ന
എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ മുഖ്യവാർത്താഹ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശേഷു ഭൂസ്ഖലനം അഭവത്. അപ്പോൾ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി എന്നാണ്. നമ്മൾ ഈ ന്യൂസ് നമുക്കറിയാം അല്ലേ, വയനാട്ടിലെ സ്റ്റുഡൻസ് പഠിക്കുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവും അവിടുത്തെ അവസ്ഥ എന്തായിരുന്നെന്ന്. അപ്പോൾ ആ ഒരു വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാനും മൃതജനാനാം സംഖ്യ 225 സഞ്ജാത. അപ്പോൾ എന്താണ്, ഇതാനും നിലവിൽ മരിച്ചവരുടെ എണ്ണം 225. എത്ര വേദനാജനകമായൊരവസ്ഥ അല്ലേ. അപ്പോൾ മരിച്ചവരുടെ എണ്ണം 225 എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെന്താണ്, അപ്രത്യക്ഷേഷു 155 ജനാനാം മൃതദേഹാഹ രക്ഷിജനൈഹ പരിദൃഷ്ടാഹ. അപ്പോൾ എന്താ, അപ്രത്യക്ഷേഷു എന്ന് വെച്ചാൽ എന്താണ്, കാണാതായവരിൽ 155 ജനങ്ങളുടെ 150 ആൾക്കാരുടെ മൃതദേഹങ്ങൾ രക്ഷിജനൈഹ എന്ന് വെച്ചാൽ എന്താ, രക്ഷിക്കുന്ന ആൾക്കാർ, അതായത് രക്ഷാപ്രവർത്തകര് പരിദൃഷ്ടുവ എന്ന് വെച്ചാൽ പരിദൃഷ്ടാഹ എന്ന് വെച്ചാൽ കണ്ടെടുത്തു. അപ്പോൾ ഈ കാണാതായവരിൽ 155 പേരുടെ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കണ്ടെത്തി എന്നാണ് പറയുന്നത്. അടുത്ത് തീരോഭൂതേഷു 28. അപ്പോൾ സംസ്കൃതം ലെറ്റേഴ്സ്, സംസ്കൃത അക്കങ്ങളെ 2ഉം 8ഉം ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. തിരോഭൂതേഷു 28. സംസ്കൃത ലെറ്ററിൽ സംസ്കൃത അക്കങ്ങൾ 2ഉം 8ഉം ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. തിരോഭൂതേഷു 28 ജനാനാം അവസ്ഥ ഇതോ അപി ജ്ഞാതവ്യ. അപ്പോൾ തിരോഭൂതേഷു എന്ന് വെച്ചാൽ കാണാതായ ബാക്കിയുള്ള മറ്റ് 28 പേരുടെ അവസ്ഥ ഇതോ അപി എന്ന് വെച്ചാൽ ഇനിയും ജ്ഞാതവ്യ, ഇനിയും അറിയേണ്ടതുണ്ട് എന്നാണ്. തേഷു അതെത്ര എഴുതിയിരിക്കുന്നത്, 1ഉം 7ഉം ആണത്. അപ്പോൾ തേഷു അതിൽ 17 ശിശവച്ച അന്തർഭവന്തി. അപ്പോൾ ശിശവച്ച എന്ന് വെച്ചാൽ അതിൽ 17 കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ആ ഒരു വിഷമകരമായ വാർത്ത. ഓക്കെ, ഇനി അതിൻ്റെ ആ വാർത്തയുടെ താഴെ നമുക്കറിയാം TV ഇങ്ങനെ എഴുതി ഇങ്ങനെ വരവരയായിട്ട് ഇങ്ങനെ മാറിപ്പോവും അല്ലേ. അതാണ് അവിടെ താഴെ ഒരു നീല സ്ട്രിപ്പിൽ തന്നിട്ടുള്ള ആ വരി. അപ്പോൾ അത് നോക്കാം, എന്തുവാ പറയുന്നത്, ഇതാനീന്ത വാർത്താഹ. അപ്പോൾ ഇതാനീന്ത വാർത്താഹ എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള വാർത്തകൾ എന്നാണ് അർത്ഥം. ശിശൂൻ ഉപലബ്ധും പരിശ്രമഃ അനുവർത്തിഷ്യതേ ഇതി മുഖ്യമന്ത്രി അവദത്. അപ്പോൾ എന്താണ്, ശിശൂൻ ഉപലബ്ധും പരിശ്രമഃ. അപ്പോൾ ആ ശിശൂൻ കുട്ടികളെ ഉപലബ്ധും പരിശ്രമഃ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അനുവർത്തിഷ്യതേ ഇതി മുഖ്യമന്ത്രി അവദത്. അപ്പോൾ മുഖ്യമന്ത്രി പറയുവാണ് എന്താണ്, കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെന്താ എഴുതി കാണിക്കുന്നത്, സൈനികൈഹ ബെയ്ലി സേതു നിർമ്മാണം ആരബ്ധം. അപ്പോൾ എന്താണ്, നമ്മൾ ഈ വാർത്ത അപ്പോൾ കേട്ടതാണ്, ആർമി സൈനികര് എന്താണ്, ബെയ്ലി പാലം അല്ലെ, ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം എന്താണ്, ആരബ്ധം. അപ്പോൾ എന്താ, ആരംഭിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഇതൊരു നടന്ന വേദനാജനകമായ ഒരു സംഭവമായിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ടെലിവിഷൻ ആ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ TV സ്ക്രീൻ അവിടെ എന്താ കാണിക്കുന്നത്, അപ്പോൾ രണ്ടാമത്തെ TV സ്ക്രീനിലും ഇതുപോലെ ഡേറ്റ് കൊടുത്തിട്ടും ലൈവ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ, തത്സമയ വാർത്താഹ എന്ന് വെച്ചാൽ എന്താണ്, തത്സമയ വാർത്തകൾ എന്ന് പറയുന്നത്. മലയാളത്തിൻ്റെ സംസ്കൃതമാണ് തത്സമയ വാർത്താഹ. ഓക്കെ, ഇനി എന്താണ്, സ്ഥലസേന അതായത് കരസേന, ദേശീയ ദുരന്ത നിവാരണ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, പിന്നെന്താ, അഗ്നിരക്ഷാ സേനായാഹ എന്ന് വെച്ചാൽ ഫയർഫോഴ്സ് എന്നിവരുടെ കോഴിക്കോട് കണ്ണൂർ മണ്ഡലസ്ഥാഹ വിശേഷ പ്രശിക്ഷിതാഹ രക്ഷാസംഘാച്ച രക്ഷാപ്രവർത്തന നേതൃത്വമാവഹന്തി. അപ്പോൾ എന്താണ്, അപ്പോൾ കരസേന, ദേശീയ ദുരന്ത നിവാരണ സേന, ഫയർഫോഴ്സ് എന്നിവരുടെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള വിശേഷ പ്രശിക്ഷിതാഹ എന്ന് പറഞ്ഞ പ്രത്യേക പരിശീലനം ലഭിച്ച രക്ഷാസംഘാച്ച എന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തക സംഘങ്ങള് രക്ഷാപ്രവർത്തനത്തിന്
നേതൃത്വമാവഹന്തി, നേതൃത്വം നൽകുന്നു എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രദേശവാസിനഃ ഇതരേ സന്നദ്ധ പ്രവർത്തകാച്ച ദുരന്തമുഖേ സേവാനിരതാഹ വർത്തന്തി. അപ്പോൾ പ്രദേശനിവാസിനഃ എന്ന് വെച്ചാൽ ആ പ്രദേശത്ത് താമസിക്കുന്നവർ എന്ന് വെച്ചാൽ അവിടുത്തെ നാട്ടുകാരും ഇതരെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും വോളണ്ടിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരില്ലേ, അവരും ദുരന്തമുഖേ സേവനിരതാഹ വർത്തന്തി എന്ന് വെച്ചാൽ ഈ ദുരന്തം നടക്കുന്ന ആ സ്ഥലത്ത് സേവനത്തിൽ നല്ല പ്രവൃത്തികൾ, അതായത് അവരെ സഹായിക്കാൻ വേണ്ടി ആ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അവിടെ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെയും താഴെ ഒരു ഇങ്ങനെ മൂവ് ചെയ്യുന്ന ആ ഒരു ന്യൂസ് ഒരു ബ്ലൂ കളർ സ്ട്രിപ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതാനീന്ത വാർത്താഹ. അപ്പോൾ ഇപ്പോഴത്തെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടില്ലേ, വാർത്ത എഴുതുമ്പോൾ ഇപ്പോൾ കിട്ടിയ വാർത്ത എന്നൊക്കെ പറയാം. അപ്പോൾ ഇപ്പോഴത്തെ വാർത്തകൾ എന്താണ്? കേടാവർ വിഭാഗീയാൻ സാരമേയാൻ ഉപയുജ്യൈവ തത്ര രക്ഷാപ്രവർത്തനം സമായോജയതി എന്ന് വെച്ചാൽ എന്താണ്? കേടവർ വിഭാഗത്തിൽപ്പെട്ട അപ്പോൾ കേടവർ വിഭാഗത്തിൽപ്പെട്ടെന്ന് വെച്ചാൽ എന്താണ്? ഈ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്നില്ലേ. അപ്പോൾ അതായത് ഈ നമ്മുടെ നായ് സ്ക്വാഡൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെയൊക്കെ ആ ഒരു വിഭാഗത്തെയും കൂടെ ഉപയോഗിച്ചേവ തത്ര, അവരെയും കൂടെ ഉപയോഗിച്ചു കൂടിയാണ് അവിടെ രക്ഷാപ്രവർത്തനം സമായോജിച്ചത്, രക്ഷാപ്രവർത്തനം നടക്കുന്നത് അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്നതെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, ഈ അടുത്ത പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഭവന്തഃ സർവേ വാർത്തം ദൃഷ്ടവന്തഃ ശ്രുതവന്തഃ ഖലു. അപ്പൊ എന്താണ്? ഭവന്തഃ സർവേ വാർത്താം ദൃഷ്ട, അതായത് നിങ്ങളെല്ലാവരും വാർത്തകള് ദൃഷ്ടവന്തഃ കാണുകയും ശ്രുതവന്തഃ കേൾക്കുകയും ഖലു ചെയ്തല്ലോ. അപ്പൊ നിങ്ങളെല്ലാവരും വാർത്തകൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തല്ലോ എന്ന് അത് ആദ്യം അവിടെ തന്നിട്ടുള്ളതൊക്കെ ചെയ്തല്ലോ. ലോകേ ഈദൃശ്യഃ വാർത്താഹ വർദ്ധന്തേ കിൽ. അപ്പൊ എന്താ ചോദിക്കുന്നത്? ലോകത്തില് ഇത്തരം വാർത്തകൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണല്ലോ. ആഗോളതാപനം, വനനശീകരണം, മൃത്ഖനനം, ദുർബല ഭൂപ്രദേശേഷു ബൃഹനിർമ്മാണ പ്രവർത്തനാനി ച പാരിസ്ഥിതിക ദുരന്താനാം ഹേതവഃ ഇതി അഭിജ്ഞാഹ വദന്തി. അപ്പോൾ അവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് കാരണം എന്തൊക്കെയാണ് വിദഗ്ധർ എന്തൊക്കെ പറയുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞേ? ആഗോളതാപനം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ എന്താണ്? ചൂട് കൂടുന്നത്, അത് താപനം കൂടുന്നു. വനനശീകരണം, വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്. മൃത്ഖനനം എന്ന് വെച്ചാൽ എന്താണ്? മണ്ണ് ഖനനം, നമ്മൾ മണ്ണൊക്കെ ഇങ്ങനെ എടുക്കത്തില്ലേ, മൺഖനനം, മൺഖനനം അതൊക്കെ മണ്ണെടുക്കുന്നത്. അത് ദുർബല ഭൂപ്രദേശേഷു ബൃഹത് നിർമ്മാണ പ്രവർത്തനം. അപ്പോൾ എന്താണ്? ദുർബലമായ പ്രദേശങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ അതൊക്കെ വയ്ക്കുന്നത്, വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് കാരണം എന്ന് അഭിജ്ഞാഹ വദന്തി. അഭിജ്ഞാഹ എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ വിദഗ്ധര് പറയുന്നു. ഏതാസാം സമസ്യാനാം പരിഹാരാർത്ഥം കിം കർത്തും ശക്യതേ. അപ്പൊ പറയാണ് ഏതാസാം സമസ്യാനം അപ്പൊ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കിം കർത്തും, അതായത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളോട് ചർച്ച ചെയ്യാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അത് കഴിഞ്ഞ് അവിടെ നമുക്ക് അടുത്ത് തന്നിട്ടുള്ള അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ, അനുവർത്തനീയാനി കാര്യാണിയും നിരുദ്ധാനി കാര്യാണി എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നേ? നമ്മള് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത, അപ്പം നമ്മൾ ഈ ഭൂമിയെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അല്ലെങ്കിൽ ഭൂമിയുടെ ഇത്തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അനുവർത്തിയാനി കാര്യാണി. അപ്പോൾ ഇവിടെ അനുവർത്തനീയാനി കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്മൾ 2 സെൻറ്റൻസ് നമ്മൾ കൂട്ടിച്ചേർക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിലുള്ളത് വായിച്ചു തരാം, എന്നിട്ട് നമുക്ക് 2 എക്സ്ട്രാ എഴുതാം. ഓക്കെ, അപ്പോൾ അനുവർത്തനീയാനി കാര്യാണി, ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനാനി. അപ്പോൾ ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. പിന്നെന്താണ്? സൗരോർജ പരിയോജനാനാം പ്രോത്സാഹനം എന്ന് വെച്ചാൽ എന്താണ്? സൗരോർജ പദ്ധതികൾ, അതായത് സൂര്യനിൽ നിന്ന് എനർജി കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ കാർബൺ രഹിതേന്ധനാനാം, അതായത് ഇന്ധനങ്ങളെ, കാർബൺ രഹിതമായിട്ടുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം. പിന്നെ
വിഷവായുനാം നിയന്ത്രണം, വിഷവാതകങ്ങളുടെ നിയന്ത്രണം, ഇവിടെ ഇതൊക്കെ ചെയ്യണം. പിന്നെ അഡീഷണൽ 2 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് അടുത്ത് എഴുതാം. അടുത്ത് ഇപ്പുറത്തെ കോളത്തിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നിരുദ്ധാനി കാര്യാണി, അപ്പോൾ തടയേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത, വിലക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പർവ്വതോപരി അനിയന്ത്രിതം ഖനനം, അതായത് പർവ്വതോപരി എന്ന് വെച്ചാൽ പർവ്വതങ്ങളുടെ മുകളിലെ അല്ലെങ്കിൽ മലകളുടെ മുകളിലുള്ള അനിയന്ത്രിതമായ ഖനനം, മണ്ണെടുക്കൽ, മണ്ണ് ഇടിച്ചിൽ, മണ്ണെടുക്കൽ, അതൊക്കെ നിർത്തലാക്കണം. പിന്നെ എന്താണ്? വനഭൂമേഹ പരിവർത്തനം, വനഭൂമിയുടെ മാറ്റം അല്ലെങ്കിൽ വനഭൂമി കയ്യേറി മറ്റ് പദ്ധതികൾ നടത്തുന്നത്, അതൊക്കെ തടയുക. അതൊക്കെ അനിയന്ത്രിതമായിട്ടുള്ള എന്താണ്, അല്ലെങ്കിൽ വനഭൂമി കയ്യേറി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അത് നിർത്തലാക്കുക. പിന്നെന്താണ്? ജലാശയേഷു മലിന വസ്തു നിക്ഷേപ എന്ന് വെച്ചാൽ ഈ ജലാശയങ്ങളിൽ മലിന വസ്തുക്കൾ നിക്ഷേപിക്കുന്നത്, മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് അതൊക്കെ ഒഴിവാക്കണം. പിന്നെന്താണ്? പ്ലാസ്റ്റിക് വസ്തുനാം ജ്വാലനം, പിന്നെന്താണ്? ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കുന്നത് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ അതൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിനും നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിൽ രണ്ടിനും ഇനി 2 സെൻറ്റൻസ് കൂടെ നമ്മളോട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എങ്ങനെ എഴുതാം? അപ്പോൾ ഒന്ന് അനുവർത്തനീയാനി കാര്യമാണ്, അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് വേറെ എഴുതേണ്ട 2 പോയിന്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാൻ, ഞാനിവിടെ 2 എക്സ്ട്രാ പോയിന്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. വൃക്ഷാരോപണ പ്രവർത്തനാനി എന്ന് വെച്ചാൽ എന്താണ്? വൃക്ഷത്തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുക, അത് ചെയ്യാം അല്ലേ, ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വൃക്ഷത്തൈകളൊക്കെ വച്ചുപിടിപ്പിക്കുക, മരങ്ങൾ വച്ചുപിടിപ്പിക്കുക, അത് എഴുതാം. പിന്നെന്ത് പറയാം? ജലസംരക്ഷണ പ്രവർത്തനാനി, അപ്പോൾ ജലം സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ മഴവെള്ളം ശേഖരിക്കുക, കിണർ റീചാർജിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യരുതാത്തതിൽ അവിടെ 2 ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം? വൃക്ഷാണാം നികർത്തനം. ഓക്കെ, എന്ന് വെച്ചാൽ വൃക്ഷാണാം നികർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്നത്, അത് ഒഴിവാക്കാം. എന്തെഴുതാം? രാസായനിക കീടനാശകാനാം ഉപയോഗ, അതായത് കീടനാശിനികളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, അതൊക്കെ നിർത്തലാക്കേണ്ടതാണ്. അപ്പൊ അതും നമുക്ക് ആ ഒരു 2ാമത്തെ കോളത്തിൽ എഴുതാം. ഓക്കെ, അപ്പൊ ബാക്കി അതിന് താഴെ പറയുന്നത് ഛാത്രാഹ സംഘർഷ ചർച്ചാം കൃത്വാ സ്വയമേവ വിഷയേ അസ്മിൻ പ്രബുദ്ധാഹ ഭവന്തു എന്നാണ്. അപ്പൊ അതായത് വിദ്യാർത്ഥികൾ ഗ്രൂപ്പായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് ഈ വിഷയത്തിൽ സ്വയം ബോധവാന്മാരാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത് തന്നത് പദച്ഛേദമാണ്, വാക്ക് പിരിച്ചെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതോ അഭി എന്നുള്ളതാണ് ആദ്യത്തെ വാക്ക്. ഇതോ അഭി എന്ന് വെച്ചാൽ എന്താണ്? ഇതഹ അധികം അഭി. അപ്പോൾ ഈ 2 വാക്ക് ഇതഹ അധികം അഭി എന്നുള്ള വാക്കുകൾ ചേർന്നുകൊണ്ടാണ് എന്താണ് ഇതോ അഭി ഉണ്ടായിരിക്കുന്നത്. ഇതോപി. ഓക്കെ, അടുത്ത് ഇനി രക്ഷാസംഘാച്ച എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? രക്ഷാസംഘാഹ അധികം ച എന്നെഴുതാം. ഓക്കെ, ഇനി ഉപയുജ്ജൈവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയുജ്യ അധികം ഏവ. അടുത്ത് ഹേതുരിതി എന്ന് വെച്ചാൽ എന്താണ്? ഹേതുരിതി എന്ന് വെച്ചാൽ ഹേതുഹു അധികം ഇതി എന്നുള്ളതാണ് ചേർക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ വിഗ്രഹിച്ചെഴുതാണ്ടാണ്. വിഗ്രഹ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഭൂസ്ഖലനേന എന്ന് വെച്ചാൽ ഭുവഹ സ്ഖലനം ഭൂസ്ഖലനം തേന, അതായത് ഭൂമിയുടെ ഒരു ഇടിവ് അല്ലെങ്കിൽ ഒഴുക്ക്, ഭൂമി ഇങ്ങനെ എന്താണ്, നമ്മൾ ലാൻഡ് സ്ലൈഡ് പോലെ ഇങ്ങനെ മണ്ണിടിച്ച് ഇങ്ങനെ പോകുന്നത്, അതിനെയാണ് ഭൂമിയുടെ ഇടിവ് അല്ലെങ്കിൽ ഭൂസ്ഖലനം, അതിനെയാണ് നമ്മൾ ഭൂസ്ഖലനേന എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ജ്ഞാതവ്യ എന്ന് വെച്ചാൽ ജ്ഞാതും യോഗ്യ എന്ന് വെച്ചാൽ അറിയാൻ യോഗ്യമായത് എന്നാണ് അതിനർത്ഥം. അടുത്ത് ആഗോളതാപനം എന്ന് വെച്ചാൽ എന്താണ്? ആഗോളതാപനം, അതായത് ആഗോളം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂഗോളത്തിന്റെ താപനം എന്ന് വെച്ചാൽ ചൂട് പിടിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആഗോളതാപനം എന്ന് പറയുന്നത്. ജലോപ്ലവേന എന്ന് പറഞ്ഞാൽ എന്താണ്? ജലസ്യ ഉപപ്ലവേന എന്ന് വെച്ചാൽ ജലം ഇങ്ങനെ അതായത് വെള്ളം കവിഞ്ഞൊഴുകുന്ന പ്രളയം, അതിനെയൊക്കെയാണ് നമ്മൾ എന്താണ് ജലോപ്ലവേന എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്? മൃത്പാദേന എന്ന് വെച്ചാൽ എന്താണ്? മൃദഹ പാദേന പതനേന എന്ന് വെച്ചാൽ മണ്ണിന്റെ വീഴ്ച അല്ലെങ്കിൽ ഇടിവ് കൊണ്ട് അതിന് ഉണ്ടാകുന്നതിനെയാണ് മൃത്പാദേന എന്ന് പറയുന്നത്. ഇനി പ്രചണ്ഡവാദേന എന്ന് വെച്ചാൽ പ്രചണ്ഡേൻ വാദേൻ, അതായത് ശക്തമായ കാറ്റ് കൊണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ശക്തമായിട്ടുള്ള കാറ്റ് കൊണ്ട്, അതിനെയാണ് കൊടുങ്കാറ്റ് കൊണ്ട് എന്നൊക്കെ പറയുന്നത്. പ്രചണ്ഡവാദേൻ, ശക്തമായിട്ടുള്ള കാറ്റ് കൊണ്ടുണ്ടാകുന്നതാണ് പ്രചണ്ഡവാദേൻ എന്ന് പറയുന്നത്, കൊടുങ്കാറ്റ്. ഓക്കെ, അടുത്ത് ദുഷ്കരം എന്ന് വെച്ചാൽ എന്താണ്? ദുഃഖേന കർത്തും ശക്യം ദുഷ്കരം എന്ന് വെച്ചാൽ, ദുഷ്കരം എന്ന് വെച്ചാൽ നമ്മൾ വിഷമത്തോടെ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ദുഃഖേന കർത്തും
ശക്യം ദുഷ്കരം. അപ്പോൾ വിഷമത്തോടെ ചെയ്യാൻ സാധിക്കുന്ന എന്താണ്, അതിനെയാണ് നമ്മൾ ദുഷ്കരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? മിതോപഭോഗേന. മിതോപഭോഗേന എന്ന് വെച്ചാൽ എന്താണ്? മിതഹ ഉപഭോഗ മിതോപഭോഗ തേന. ഓക്കെ, അപ്പോൾ മിതമായ ഉപയോഗത്തെയാണ് നമ്മൾ മിതോപയോഗം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ മിതോപഭോഗേന എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തേതാണ്? ന്യൂനീകരണ പ്രവർത്തനേന. നമ്മൾ മാത്സിലൊക്കെ പഠിക്കും ന്യൂനോ എന്ന് പറയുമ്പോൾ കുറയ്ക്കുക. അപ്പോൾ എന്താണ്? കുറയ്ക്കുന്ന, ന്യൂനീകരണായ പ്രവർത്തനം, കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനത്തിനെയാണ് ന്യൂനീകരണ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ന്യൂനീകരണ പ്രവർത്തനേന, അതിനാൽ എന്നുള്ളത്. ഓക്കെ, അടുത്ത വാക്ക് പ്രകൃതി സംരക്ഷണ പ്രവർത്തനേന എന്ന് വെച്ചാൽ പ്രകൃതേഹ സംരക്ഷണം, പ്രകൃതി സംരക്ഷണം, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, പ്രകൃതി സംരക്ഷണായി പ്രവർത്തനം തേന. അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിനുള്ള പ്രവർത്തനത്തെയാണ് നമ്മൾ പ്രകൃതി സംരക്ഷണ പ്രവർത്തനം, അതിനാലുണ്ടായതിനെയാണ് പ്രകൃതി സംരക്ഷണ പ്രവർത്തനേന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് അതിൻ്റെ ആശയവും അർത്ഥവും പദച്ഛേദവും വിഗ്രഹിച്ചെഴുതാനും നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഇത്രയുമാണ് ചെയ്യുന്നത്. അടുത്തിന് വരുന്നത് പഠന പ്രവർത്തനങ്ങളാണ്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ പഠന പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ചാർവി സൈനിങ് ഓഫ്.